കുടജാദ്രി എന്ന പേര് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ഓഫ് റോഡ് ജീപ്പ് യാത്രയും മൂടൽമഞ്ഞിൽ മറഞ്ഞ മലനിരകളും സൂര്യാസ്തമയവും മാത്രമാണ്. എന്നാൽ ഇതൊന്നും മാത്രമല്ല കുടജാദ്രി. ഇതൊരു ട്രെക്കിംഗ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്, ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്, യുനെസ്കോ അംഗീകരിച്ച പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. ഈ വീഡിയോയിൽ കുടജാദ്രിയെക്കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് നോക്കാം. ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് വരികയാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി കാസർഗോഡ്, മംഗളൂരു, കുന്താപുരം, കൊല്ലൂർ വഴിയാണ്. തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഏകദേശം 700 കിലോമീറ്ററിലധികം യാത്രയുണ്ട്. സ്വന്തമായി വാഹനം ഉണ്ടെങ്കിൽ യാത്ര വളരെ എളുപ്പമാണ്. പക്ഷേ സ്വകാര്യ വാഹനം ഇല്ലെങ്കിലും പ്രശ്നമില്ല. ട്രെയിനിൽ വരുന്നവർക്ക് അടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ കുന്താപുരം, ബൈന്ദൂർ, മൂകാംബിക റോഡ് എന്നിവയാണ്. അവിടെ നിന്ന് KSRTC അല്ലെങ്കിൽ കർണാടക RTC ബസ്സുകൾ വഴി കൊല്ലൂരിലെത്താം. മാംഗളൂരു, ശിവമോഗ തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് ദിവസേന നിരവധി ബസ്സുകൾ കൊല്ലൂരിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. കൊല്ലൂരിൽ എത്തിക്കഴിഞ്ഞാൽ കുടജാദ്രിയിലേക്കുള്ള യാത്രയുടെ യഥാർത്ഥ അനുഭവം തുടങ്ങുന്നു. കുടജാദ്രി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1343 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ ശിവമൊഗ്ഗ ജില്ലയിലാണ് ഈ മല. ഇത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായതിനാൽ വർഷത്തിൽ നല്ല മഴ ലഭിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലായ്പ്പോഴും നല്ല പച്ചപ്പാണ് കാണാൻ കഴിയുക. മഴക്കാലത്ത് മേഘങ്ങൾ മലകളിലൂടെ നീങ്ങുന്ന കാഴ്ച അതിശയകരമാണ്. കുടജാദ്രി എന്ന പേര് എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. കൊട എന്നത് മലയും ആദ്രി എന്നത് പർവ്വതവുമാണ്. അതായത് മലകളുടെ മല എന്ന അർത്ഥത്തിലാണ് പലരും ഇതിനെ വിശദീകരിക്കുന്നത്. ഇത് വെറും പ്രകൃതി ഭംഗിക്ക് പേരുകേട്ട സ്ഥലമല്ല. ഹിന്ദു വിശ്വാസപ്രകാരം ആദി ശങ്കരാചാര്യർ ഇവിടെ ധ്യാനം ചെയ്തു എന്നാണ് വിശ്വാസം. മലയുടെ മുകളിൽ കാണുന്ന സർവജ്ഞപീഠം ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നും നിരവധി തീർത്ഥാടകർ ഈ സ്ഥലം സന്ദർശിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവരിൽ ട്രെക്കർമാരും പ്രകൃതി സ്നേഹികളും മാത്രമല്ല, ഭക്തരും ധാരാളമുണ്ട്. കുടജാദ്രിയിലെത്താൻ പ്രധാനമായും 2 മാർഗങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ട്രെക്കിംഗ് ആണ്, രണ്ടാമത്തേത് ജീപ്പ് സഫാരി. ട്രെക്കിംഗ് തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി ഹിഡ്ലുമെനെ ഫാൾസ് വഴി പോകുന്ന ട്രെയിലാണ് തിരഞ്ഞെടുക്കുന്നത്. ഇത് ഏകദേശം 10 മുതൽ 12 കിലോമീറ്റർ വരെ ദൈർഘ്യമുള്ള ഒരു ട്രെക്കാണ്. റൂട്ട് തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ച് ദൂരം ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇടയ്ക്ക് കാടും പുൽമേടുകളും ചെറിയ അരുവികളും കുത്തനെയുള്ള കയറ്റങ്ങളും കടന്നാണ് മുകളിലെത്തുന്നത്. ശാരീരികമായി കുറച്ച് ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ സാധാരണ ആളുകൾക്കും ഈ ട്രെക്ക് പൂർത്തിയാക്കാൻ കഴിയും. പക്ഷേ മഴക്കാലത്ത് പാറകൾ വഴുക്കുന്നതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ വേണം. ട്രെക്കിംഗ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർക്ക് ജീപ്പ് യാത്രയാണ് ഏറ്റവും പ്രിയം. കൊല്ലൂരിനടുത്തുള്ള കർക്കട്ടെ പ്രദേശത്തു നിന്നാണ് സാധാരണ ജീപ്പുകൾ സർവീസ് നടത്തുന്നത്. ഈ യാത്ര തന്നെ ഒരു അഡ്വഞ്ചറാണ്. വലിയ പാറകളും ചെളിയും കുത്തനെയുള്ള കയറ്റങ്ങളിൽ നിറഞ്ഞ വഴിയിലൂടെ ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടി വരും. സാധാരണ SUV വാഹനങ്ങൾക്കോ കാറുകൾക്കോ ഈ വഴി പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രത്യേകമായി മോഡിഫൈ ചെയ്ത 4 വീൽ ഡ്രൈവ് ജീപ്പുകൾ ഉപയോഗിക്കുന്നത്. മഴക്കാലത്ത് ഈ യാത്ര കൂടുതൽ ആവേശകരമാണ്. എന്നാൽ മഴ ശക്തമാണെങ്കിൽ വനം വകുപ്പ് സുരക്ഷാ കാരണങ്ങളാൽ യാത്ര നിയന്ത്രിക്കുകയോ താൽക്കാലികമായി നിർത്തിവെക്കുകയോ ചെയ്യാറുണ്ട്. ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കുടജാദ്രി ഒരു സംരക്ഷിത വനമേഖലയാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കൽ, മദ്യപാനം, ഉച്ചത്തിൽ സ്പീക്കർ ഉപയോഗിക്കൽ, വന്യജീവികളെ ശല്യപ്പെടുത്തൽ, കാട്ടിൽ തീ കത്തിക്കൽ എന്നിവ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. അടുത്തിടെ ട്രെക്കിംഗ് സുരക്ഷ കൂടുതൽ ശക്തമാക്കാൻ കർണാടക സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. യാത്രയ്ക്ക് മുൻപ് ഏറ്റവും പുതിയ വിവരങ്ങൾ പരിശോധിക്കുന്നതാണ് നല്ലത്. ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരാം. എപ്പോൾ പോകുന്നതാണ് ഏറ്റവും നല്ലത്? ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഏറ്റവും അനുയോജ്യമായ സീസൺ. ഈ സമയത്ത് കാലാവസ്ഥ വളരെ സുഖകരമാണ്. ആകാശം തെളിഞ്ഞ ദിവസങ്ങളിൽ മലമുകളിൽ നിന്ന് അറബിക്കടൽ വരെ കാണാൻ കഴിയുമെന്നാണ് പലരും പറയുന്നത്. മാർച്ച് മുതൽ മെയ് വരെ ചൂട് കുറച്ചുകൂടി അനുഭവപ്പെടുമെങ്കിലും രാവിലെയും വൈകുന്നേരവും നല്ല കാലാവസ്ഥയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴക്കാലം. ഈ സമയത്താണ് കുടജാദ്രി ഏറ്റവും പച്ച പിടിച്ച രൂപത്തിൽ കാണുന്നത്. പക്ഷേ കനത്ത മഴയും വഴുക്കുന്ന ട്രെയിലും കാരണം യാത്ര കുറച്ച് വെല്ലുവിളിയാവും. കുടജാദ്രി സ്ഥിതി ചെയ്യുന്നത് മൂകാംബിക വന്യജീവി സങ്കേതത്തിന്റെ ഭാഗത്താണ്. ഇവിടെ 100 കണക്കിന് ഇനം സസ്യങ്ങളും പക്ഷികളും ജീവികളും കാണപ്പെടുന്നുണ്ട്. നല്ല ഭാഗ്യമുണ്ടെങ്കിൽ മലബാർ ജയന്റ് സ്ക്വിറൽ, വിവിധ ഇനം ചിത്രശലഭങ്ങൾ, കാട്ടുകോഴി, ഹോൺബിൽ തുടങ്ങിയ പക്ഷികളെയൊക്കെ കാണാൻ സാധിക്കും.
ഇത് വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണെന്ന് എപ്പോഴും ഓർക്കണം. വലിയ ശബ്ദത്തിൽ സംസാരിക്കുകയോ സ്പീക്കറിൽ പാട്ട് വയ്ക്കുകയോ ചെയ്യരുത്. നമ്മൾ അതിഥികളാണ്. ഈ കാട് അവരുടേതാണ്. കുടജാദ്രിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ റിഡ്ജ് വാക്ക്. ഒരു വശത്ത് ആഴമുള്ള താഴ്വര, മറുവശത്ത് മലകൾ, ഇടയിൽ വളരെ ഇടുങ്ങിയ പാത. ആദ്യമായി കാണുന്നവർക്ക് അല്പം പേടിയൊക്കെ തോന്നാം, പക്ഷേ ശ്രദ്ധയോടെ നടന്നാൽ വലിയ ബുദ്ധിമുട്ടില്ല. മഴക്കാലത്ത് മാത്രം പാറകൾ വഴുക്കുന്നതുകൊണ്ട് കൂടുതൽ സൂക്ഷിക്കണം. വളരെ ദൂരത്തേക്ക് നോക്കുമ്പോൾ പശ്ചിമഘട്ടം അവസാനമില്ലാതെ നീണ്ടു കിടക്കുന്നത് പോലെ തോന്നും. മൊബൈൽ നെറ്റ്വർക്ക് പോലും പല ഭാഗങ്ങളിലും ലഭിക്കില്ല. പക്ഷേ അതുതന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പുറത്തെ ലോകത്തിൽ നിന്നും കുറച്ചു മണിക്കൂറുകളെങ്കിലും പൂർണ്ണമായി മാറി നിൽക്കാൻ കഴിയുന്ന ഒരു അവസരം. ഈ പുൽമേടുകൾ കാണുമ്പോൾ പലരും ഇവിടെ ക്യാമ്പ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കാറുണ്ട്. വനമേഖല ആയതിനാൽ അനുമതിയില്ലാതെ ക്യാമ്പ് ചെയ്യുകയോ തീ കത്തിക്കുകയോ രാത്രി താമസിക്കുകയോ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇനി കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയാൽ കുടജാദ്രിയുടെ ഏറ്റവും പ്രശസ്തമായ ഭാഗങ്ങളിലേക്ക് നമുക്കെത്താം. കുടജാദ്രി ഒരു വ്യൂ പോയിന്റ് മാത്രമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായി ആത്മീയ പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഈ മലയുടെ മുകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് സർവജ്ഞപീഠം. ചെറിയ കൽനിർമ്മിതിയാണെങ്കിലും ഇതിന്റെ ചരിത്രവും വിശ്വാസവും വളരെ വലുതാണ്. ഹിന്ദു വിശ്വാസപ്രകാരം ആദി ശങ്കരാചാര്യർ ഇവിടെ ധ്യാനം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ജ്ഞാനാന്വേഷണത്തിനായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച ശങ്കരാചാര്യർ കുറച്ചുകാലം ഇവിടെ തപസ്സിരുന്നതായാണ് പ്രാദേശിക വിശ്വാസം. അദ്ദേഹത്തിന്റെ ധ്യാനവുമായി ബന്ധപ്പെട്ടാണ് ഈ സർവജ്ഞപീഠം അറിയപ്പെടുന്നത്. ചരിത്രപരമായി ഇതിന്റെ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും നൂറ്റാണ്ടുകളായി ഈ വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി തീർത്ഥാടകർ ഇവിടെ എത്താറുണ്ട്. ഇപ്പം മനസ്സിലേക്ക് ഒരു ചോദ്യം വരാം. ട്രെക്ക് ചെയ്യണോ അതോ ജീപ്പിൽ കയറണോ? സമയം കുറവാണെങ്കിൽ, കുടുംബത്തോടൊപ്പമാണെങ്കിൽ, അല്ലെങ്കിൽ ട്രെക്കിംഗ് ബുദ്ധിമുട്ടാണെങ്കിൽ ജീപ്പ് തിരഞ്ഞെടുക്കാം. മുകളിലെ പ്രധാന കാഴ്ചകളെല്ലാം കാണാൻ സാധിക്കും. പക്ഷേ പ്രകൃതിയെ ഓരോ ചുവടിലും അനുഭവിക്കണമെങ്കിൽ, സ്വന്തം കാലുകളിൽ മല കയറുന്ന അനുഭവം വേണമെങ്കിൽ ഒരിക്കലെങ്കിലും ട്രെക്കിംഗ് ചെയ്യണം. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ തണുപ്പ് വളരെ വേഗത്തിൽ കൂടി തുടങ്ങും. മൂടൽമഞ്ഞ് വന്നാൽ കാഴ്ച ദൂരം കുറയുകയും ചെയ്യും. അതുകൊണ്ട് മടങ്ങാനുള്ള സമയം വൈകരുത്. പ്രത്യേകിച്ച് ട്രെക്കിംഗ് ചെയ്യുന്നവർ ഇരുട്ടാകുന്നതിന് മുൻപ് ഇറങ്ങിത്തുടങ്ങുന്നതാണ് സുരക്ഷിതം. ജീപ്പിൽ പോകുന്നവർ ഡ്രൈവർ പറയുന്ന സമയക്രമം പാലിക്കണം. കുടജാദ്രിയിൽ നിന്നും താഴേക്ക് ഇറങ്ങുമ്പോൾ പലർക്കും ഒരേ തോന്നലായിരിക്കും, ഇനി ഒരിക്കൽ കൂടി ഇവിടെ വരണം. കാരണം ഈ യാത്ര ഒരിക്കലും ഒരു ദിവസം കൊണ്ട് തീരുന്ന അനുഭവമല്ല. ഓരോ സീസണിലും കുടജാദ്രി ഓരോ രൂപത്തിലാണ് നമ്മളെ സ്വീകരിക്കുന്നത്. മഴക്കാലത്ത് മേഘങ്ങൾ നിറഞ്ഞ ഒരു ലോകം, ശൈത്യകാലത്ത് തെളിഞ്ഞ കാഴ്ചകളും തണുത്ത കാറ്റും, വേനലിൽ പച്ചപ്പൽപ്പം കുറഞ്ഞാലും വിശാലമായ മലനിരകളുടെ ഭംഗി അതേപോലെ തന്നെയിരിക്കും. കുടജാദ്രിയുടെ മുകളിൽ താമസ സൗകര്യങ്ങളില്ല. അതിനാൽ മിക്ക ആളുകളും കൊല്ലൂർ കേന്ദ്രീകരിച്ചിട്ടാണ് യാത്ര പ്ലാൻ ചെയ്യുന്നത്. കൊല്ലൂരിൽ എല്ലാ ബഡ്ജറ്റിലുമുള്ള ഹോട്ടലുകളും ലോഡ്ജുകളും ഹോം സ്റ്റേകളും ലഭ്യമാണ്. 800 രൂപ മുതൽ തുടങ്ങുന്ന ലളിതമായ മുറികൾ മുതൽ മികച്ച റിസോർട്ടുകൾ വരെ ലഭിക്കും. സീസൺ സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഒക്ടോബർ മുതൽ ജനുവരി വരെയും അവധി ദിവസങ്ങളിലും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. കൊല്ലൂരിൽ വെജ് ആൻഡ് നോൺ വെജ് ലഭിക്കുന്ന നിരവധി ചെറിയ ഹോട്ടലുകളുണ്ട്. രാവിലെ ട്രെക്കിങ്ങിന് പോകുന്നവർ നല്ല പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടാണ് പുറപ്പെടേണ്ടത്. ട്രെക്കിങ്ങിനിടെ വലിയ ഭക്ഷണശാലകളൊന്നും കിട്ടാൻ സാധ്യതയില്ല. വെള്ളം, പഴങ്ങൾ, എനർജി ബാർ അല്ലെങ്കിൽ ചെറിയ സ്നാക്കുകൾ എന്തെങ്കിലും കയ്യിൽ കരുതുന്നത് നല്ലതാണ്. കുടജാദ്രിയിലേക്ക് പോകുന്ന ജീപ്പുകൾ സാധാരണയായി ഷെയർ അടിസ്ഥാനത്തിലും മുഴുവൻ ജീപ്പ് വാടകയ്ക്കും ലഭിക്കാറുണ്ട്. സീസൺ, ആളുകളുടെ എണ്ണം, ആവശ്യകത എന്നിവ അനുസരിച്ച് നിരക്കുകളിൽ വ്യത്യാസം വരാം. ഏകദേശം 4500 രൂപയാണ് ഞങ്ങൾ ഒരു ജീപ്പിന് മൊത്തത്തിൽ കൊടുത്തത്. യാത്രയ്ക്ക് മുമ്പ് സ്ഥലത്തെ ജീപ്പ് അസോസിയേഷനിൽ നിന്നോ ഹോട്ടലിൽ നിന്നോ ഏറ്റവും പുതിയ നിരക്ക് ചോദിച്ചറിയാൻ മറക്കരുത്. ഓഫ് റോഡ് യാത്രയായതിനാൽ പിന്നിലിരിക്കുന്നവർക്ക് ശക്തമായ കുലുക്കം അനുഭവപ്പെട്ടേക്കാം. നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരും ചെറിയ കുട്ടികളും മുതിർന്നവരും ഇത് മനസ്സിൽ വെക്കണം. ട്രെക്കിങ്ങിനാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. ഒറ്റയ്ക്ക് ട്രെക്ക് ചെയ്യാതിരിക്കുക. മഴക്കാലത്ത് കാലാവസ്ഥ മുൻകൂട്ടി പരിശോധിക്കുക. വൈകുന്നേരം വരെ ട്രെയിലിൽ കണ്ടിന്യൂ ചെയ്യാതിരിക്കുക. ലീച്ച് ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ മഴക്കാലത്ത് അനുയോജ്യമായിട്ടുള്ള സോക്സോ ലീച്ച് ഗാർഡോ ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കരുത്. വന്യജീവികളെ കണ്ടാൽ ദൂരത്തു നിന്ന് മാത്രം നിരീക്ഷിക്കുക. സ്പീക്കറിൽ പാട്ട് വയ്ക്കാതിരിക്കുക. ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നിലവിലുള്ള നിയമങ്ങൾ പരിശോധിക്കുക. കാട്ടിൽ തീ കത്തിക്കുകയോ പുകവലിക്കുകയോ ചെയ്യരുത്. കേരളത്തിൽ നിന്നും സ്വന്തം വാഹനത്തിൽ എത്തുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ചിലവുകൾ വരുന്നത് ഇന്ധനം, ടോൾ, താമസം, ഭക്ഷണം, ജീപ്പ് യാത്ര, ട്രെക്കിംഗ് പ്രവേശന ഫീസ്. 2 പേരുള്ള ഒരു സാധാരണ വീക്കെൻഡ് യാത്രയ്ക്ക്
യാത്ര ആരംഭിക്കുന്ന സ്ഥലത്തെ ആശ്രയിച്ച് ബഡ്ജറ്റ് 6,000 മുതൽ 12,000 വരെ ആകാം. 4 പേരോ അതിലധികമോ ഒരുമിച്ച് പോയാൽ വാഹന ചെലവും ജീപ്പ് ചെലവും പങ്കിടാൻ കഴിയുന്നതിനാൽ ഒരാൾക്ക് വരുന്ന ചെലവ് കുറയും. നിങ്ങൾക്ക് മൂടൽമഞ്ഞും മഴയും ഇഷ്ടമാണെങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ മികച്ച അനുഭവമായിരിക്കും. പക്ഷേ വഴികൾ കൂടുതൽ വെല്ലുവിളി ഉള്ളതായിരിക്കും. തെളിഞ്ഞ കാഴ്ചകളും സുഖകരമായ കാലാവസ്ഥയും വേണമെന്നുണ്ടെങ്കിൽ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം. തിരക്ക് കുറവായ സമയം വേണമെങ്കിൽ ആഴ്ചയിലെ സാധാരണ ദിവസങ്ങൾ തിരഞ്ഞെടുക്കുക. വീക്കെൻഡ്സിലും അവധി ദിവസങ്ങളിലും ഇവിടെ നല്ല തിരക്കുണ്ടാവും. കൊടജാദ്രിയെ ഒരു വാക്കിൽ വിശേഷിപ്പിക്കണമെങ്കിൽ ഇത് ഒരു ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ഒരു അനുഭവമാണ്. ഓഫ് റോഡ് യാത്ര ഇഷ്ടമുള്ളവർക്ക് ഒരു അനുഭവം, ട്രെക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് മറ്റൊരു അനുഭവം, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് മറ്റൊന്ന്, ആത്മീയത തേടുന്നവർക്ക് വേറൊന്ന്. ഒരേ സ്ഥലത്ത് ഇത്രയും വ്യത്യസ്ത അനുഭവങ്ങൾ സമ്മാനിക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. നിങ്ങൾ ഇതുവരെ കൊടജാദ്രി സന്ദർശിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലെങ്കിലും ഈ യാത്ര നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഇത് നമ്മുടേതല്ല, ഇത് പ്രകൃതിയുടേതാണ്. അടുത്ത തലമുറയ്ക്കും ഇതേ ഭംഗിയിൽ കൊടജാദ്രിയെ കാണാൻ കഴിയണം എന്ന ഉത്തരവാദിത്വം ഓരോ യാത്രക്കാരനും ഏറ്റെടുക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. See you soon with the next one. Until then, adios amigos.